ആളുകൾ വെടിവെപ്പിന് ഉത്തരവ് കൊടുത്തത്. അല്ലെങ്കിൽ പറയണം ഞാൻ അറിഞ്ഞിട്ടില്ല അത്. ഇതിന് ഉത്തരവ് കൊടുത്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത് രണ്ടും പറയേണ്ട വേദി പാർലമെന്റാണ്. അദ്ദേഹം പാർലമെന്റിലെ കെട്ടിടത്തിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്, മുറികളിൽ. മനസ്സിലാക്കിക്കൊള്ളണം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധൈര്യശാലിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിട്ട് അവതരിപ്പിച്ച ആള് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത എന്താ? ഇപ്പൊ കുറ്റബോധം കൊണ്ട് ഒളിച്ചുകൂടുകയല്ല വേണ്ട. അദ്ദേഹം കൃത്യമായി ക്ലാരിറ്റിയോടെ എക്സ്പ്ലനേഷൻ നൽകണം. ഈ ഉത്തരവ് കൊടുത്തത് ആരാണ്? പെലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള ഉത്തരവ് കൊടുത്തത് ആരാണ്? ഈ കുട്ടികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ, ലാത്തിച്ചാർജിനായാലും ടിയർ ഗ്യാസിനായാലും ഉത്തരവ് കൊടുത്തത് ആരാണ്? ഡൽഹി എന്ന് പറയുന്നത് അമിത്ഷായുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്, ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരം പറയാൻ സാധിക്കാതെ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നവരെ ഞങ്ങളുടെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ല, ഈ കാര്യത്തിൽ നിലപാട് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തെ കാര്യം, ചന്ദാചോരി. ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള അയോധ്യയിലെ രാമമന്ദിരിന്റെ സംഭാവനയിൽ നടന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ എത്ര പേര് കൊണ്ടുപോയിട്ട് അവിടെ ആ കാണിക്കിട്ടിട്ടുള്ളത്? ഈ നാട്ടിലെ വിശ്വാസികളുടെ പണമല്ലേ അത്? ദൈവത്തിന് വേണ്ടി വിശ്വാസികൾ കാണിക്കിട്ട പണം അടിച്ചു മാറ്റിയിട്ട് നിർവികാരമായി നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇവരെ നിയമിച്ച ട്രസ്റ്റേ ഇല്ല, അത് കേന്ദ്ര സർക്കാർ നിയമിച്ച ട്രസ്റ്റ് അല്ലേ. അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും പാർലമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ മീറ്റിംഗ് നടത്തിയിട്ട് തീരുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ ധാരണ വേണം. FCRAയുടെ കാര്യത്തിലെ ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്, കോൺഗ്രസുമായി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു, ചില ഇളവുകൾക്കൊക്കെ തയ്യാറാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. FCRA ശുദ്ധാസംബന്ധം. ഇന്നലെ അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നല്ലോ അവിടെ. സംസാരിച്ചപ്പോൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. FCRA കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ്. സന്നദ്ധ സംഘടനകളെയും മൈനോറിറ്റി വിഭാഗത്തിനെയും ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടിയായിട്ടാണ് അത് കാണാൻ പറ്റിയിട്ടുള്ളത്. സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം. അപ്പോൾ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒരു പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വന്ന് പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് FCRAയുടെ കാര്യത്തിൽ അതിൻ്റെ ഇപ്പോൾ FCRAയിൽ നടത്തുന്ന ദുരുപയോഗത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അത് RSSന്റെ വേർഷനാണ്. ഈ RSSന് എന്തും ചെയ്യാം. രാജ്യത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സൈനിക സ്കൂൾ അടക്കം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. സൈനിക സ്കൂൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം RSSനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, ഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും സ്കൂളുകൾ നടപ്പിലാക്കാൻ RSSനെ ഏൽപ്പിച്ചിരിക്കുക. അവർക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും പാടില്ല. അവരെ നിയന്ത്രിക്കണം, നിയമം വേണം. ഇതെവിടുത്തെ ന്യായമാണ്?